നാട്ടിലേക്ക് പോയപ്പോ അന്നുമായിട്ട് തന്നെ തിരിച്ചു വരണമെന്നും പറഞ്ഞ് പോയെങ്കിലും നമ്മളെ മാമനൊന്നും വിട്ടില്ല. ഇവിടെ ആട്ടോ എൻ്റെ ഒരു 5 വയസ്സ് വരെ ഞാൻ താമസിച്ചതും വളർന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ പോണ്ടെന്ന് പറഞ്ഞാൽ എനിക്കും വരാൻ വലിയ താല്പര്യമൊന്നുമില്ല ഇവിടെ ചെന്ന്. അതിലുപരി ഇതെന്റെ അമ്മ വീട് കൂടിയാ, പിന്നെ പറയണ്ടല്ലോ. ഇനി രാത്രി ആയപ്പോഴത്തേന് കൗസല്യാമ്മ നല്ല കഥയും പാട്ടും ഒക്കെ പറഞ്ഞു തരും. ഇന്നും അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഒരു പഴയ കാലത്തെ ഒരു പാട്ട്, അമ്മൂമ്മ പഠിച്ച ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ ആദ്യം വലിയ ഗമയൊക്കെ ഇടുമെങ്കിലും ആള് നല്ല അടിപൊളിയായിട്ട് പാടി അത് എക്സ്പ്ലെയിൻ ചെയ്തു തരും കേട്ടോ. ഇതാരെപ്പം ചോദിച്ചു കഴിഞ്ഞാൽ പൂജപ്പുരയിൽ ഇന്റേൺഷിപ്പിന് പോയ എന്റെ ഫ്രണ്ട്സ് ആണ്. കുറച്ചു നേരം വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ കടന്നു. 5 മണിക്ക് എന്നെ ബസ് സ്റ്റോപ്പിലെത്തി ബുക്ക് ചെയ്തിട്ടുണ്ട് ബസ്. എന്റെ കൂടെ 5 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി രണ്ടാളും. ഞാൻ പോകുന്നതിന്റെ സങ്കടം ഉണ്ടെന്ന് വെച്ചാൽ വലുതായിട്ടില്ലെന്ന് തോന്നുന്നു. എനിവേ നമ്മുടെ ബസ് 5:30 എത്തിയിട്ടുണ്ട്. ഈ വട്ടം വന്നപ്പോൾ ഉണ്ടല്ലോ വലിയ ഉറക്കക്ഷീണം ഒന്നും രാവിലെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം കണ്ണും തുറന്ന് തണുപ്പൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മൾ രാവിലെ തിങ്കളാഴ്ച ബസ്സൊക്കെ ബുക്ക് ചെയ്ത് കോളേജിൽ പോകുന്ന ഓർമ്മയുണ്ടോ? നാട്ടിലായിരുന്ന സമയത്ത് അത് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി ഗൈസ്. നേരെ തിരിച്ച് വീടെത്താറായപ്പോൾ നല്ലൊരു ഉറക്കം ഉറങ്ങി. പിന്നെ കണ്ണുറക്കുന്നത് വീടെത്താറായപ്പോൾ. ജസ്റ്റ് മിസ്സിന് ഞാൻ എഴുന്നേറ്റെങ്കിലും എന്നെ എൻ്റെ സ്റ്റോപ്പിൽ അവർ ഇറക്കിയില്ല. അവർ പറഞ്ഞ റീസൺ നമുക്കിവിടെ സ്റ്റോപ്പില്ലാത്ത. വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാനും എന്തൊക്കെയോ പറഞ്ഞു. അവസാനം അവരുമായിട്ട് തല്ലിടിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ ഓട്ടോ വിളിച്ചെത്തേണ്ട അവസ്ഥ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷം. നമുക്ക് ഫസ്റ്റ് കൊളാബറേഷൻ കിട്ടി ഗൈസ്. സോ ഇത് എന്താണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ടാറ്റാ.